മലയാള സാഹിത്യത്തിൽ ചരിത്രപരമായ വഴിത്തിരിവ് സൃഷ്ടിച്ച യുഗപ്രഭാവനായ ഒരു കാവ്യകാരന്റെ ജീവിതകഥ ഞാൻ കഥാപ്രസംഗ വിഷയമാക്കുകയാണ്. കുമാരനാശാൻ. മണമ്പൂര് ഗോവിന്ദനാശാന്റെ വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുമാരൻ അന്നൊരു ദിവസം സ്വന്തം വീട്ടിനടുത്തുള്ള ക്ഷേത്രാങ്കണത്തിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടങ്ങനെ ഉലാത്തുകയായിരുന്നു. പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കലർന്നു തരുക്കളുടെ രാജകര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തൊരു രാജമല്ലി മരം പൂത്തു വിലസും പോലെ തസ്മിന്നദ്രൗഗതിജതപരാവിപ്രയുക്ത സഗാമി നീത്വാമാസൻ കനകവലയ ഭ്രംസരിക്ത പ്രകോഷ്ഠ. ഇങ്ങനെ മേഘസന്ദേശവും വായിച്ചു പോകുന്ന ആ 18കാരനെ കണ്ടാൽ മനയ്ക്കലേ ഉണ്ണിയെന്നേ ആരിക്കും തോന്നുകയുള്ളുവല്ലോ. ഒട്ടുതടിച്ചും തടിക്കാതെയും ഒട്ടുവെളുത്തും വെളുക്കാതെയും കാണുന്നോർക്കിമ്പം വളർത്തിടുന്ന കണ്ണും കനത്ത കവിൾ തടവും കവിൾത്തവും. പുസ്തകം വായിച്ച ചെറുപ്പക്കാരൻ ക്ഷേത്രത്തിന് തെക്കുവശത്തെ കുളത്തിന്റെ കരയ്ക്കെത്തി. കുളത്തിൽ നിന്നൊരു പെണ്ണ് കുളി കഴിഞ്ഞ് കയറി വരുന്നു. കൂന്തൽ കുടഞ്ഞു വിടർത്തിയിട്ടീറനാം പൂന്തുകിലാൽ മുലക്കച്ച കെട്ടി, പൂന്തുകിലാൽ മുലക്കച്ച കെട്ടി. കുമാരന്റെ ബാല്യകാല സഖി വടക്കേ വീട്ടിലെ പാർവതി. മുക്കി നിറച്ചു തുടച്ചൊരു മൺകുടം മുഖയാളെ അരയ്ക്കുമേലിൽ ഒരൊക്കത്തു കുടവും വെള്ളൂ. മറ്റേ കയ്യിൽ ചെമ്മേ വിടർന്ന വെള്ളാമ്പലപ്പൂവുകൾ ചേലിലോരോ മൽക്കരത്തിലേന്തി വിശ്വം മലക്കും മധുരസ്മിതവുമായി നിൽക്കുന്നു ചാരേ. കുളി കഴിഞ്ഞ് കയറി വരുന്ന പെണ്ണിനെ അസ്തമന സൂര്യന്റെ അന്തിക്കതിരുകൾ കൂടി തഴുകിയപ്പോൾ കുമാരന് തോന്നി അവിടെ ഒരു ജലദേവതയാണ്. കുമാരന്റെ മനസ്സൊന്ന് വികലമായി. ഇവർ രണ്ടുപേരും കുട്ടിക്കാലത്ത് ഈ കുളക്കടവിൽ വന്ന് കുളിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. കുമാരൻ കുളി കഴിഞ്ഞ് തലതോർത്ത് നിൽക്കുമ്പോഴായിരിക്കും പെണ്ണിന്റെ ഒരു ആവശ്യം. കുമാരാ, എന്താ പെണ്ണ്? ആ കുളത്തിൽ ഒത്തിരി ആമ്പൽപ്പൂക്കൾ, ഒന്നെനിക്ക് പറിച്ചു തരുമോ? കുമാരൻ കുളത്തിലേക്ക് എടുത്തൊരു ചാട്ടമാണ്. പായലും നീർക്കോലും നിറഞ്ഞ കുളത്തിൽ നീന്തി ചെന്ന് ആമ്പൽപ്പൂക്കൾ പറിച്ച് തിരികെ നീന്തി വന്ന് അതെല്ലാം പെണ്ണിന് സമ്മാനിക്കും. പെണ്ണ് കുളി കഴിഞ്ഞ് മുടി മുകളിൽ കെട്ടിവെച്ച് മുനിയെപ്പോലിരിക്കും. കുമാരൻ ആ പൂ പെണ്ണിന് കൈ കൊടുത്ത് അതിന്റെ തണ്ടൊടിച്ചൊടിച്ചുണ്ടാക്കുന്ന മാല മുടിയെ ചുറ്റി കെട്ടിക്കൊടുക്കും. പെണ്ണിന് സന്യാസിയെ പോലെ ഇരിക്കും. കുമാരൻ ശിഷ്യനെ പോലെ അടുത്ത് നിൽക്കും. അതൊക്കെ പഴയ കഥകൾ. രണ്ടുപേരും ഒന്നിച്ചാണ് സ്കൂളിൽ പോയത്. ഭൂരിപൂക്കൾ വിടരുന്ന പൊയ്കയും തീരവും വഴികളും തരുക്കളും ചാരുപുൽത്തറയും ഓർത്തിടുന്നതിൽ ചാരനാമെഴുമെഴുത്തുപള്ളി. കുമാരൻ പിന്നെ നളിനി എന്ന കാവ്യത്തിൽ അതൊക്കെ അനുസ്മരിച്ചിട്ടുണ്ട്. ഉച്ചയായി തണലിൽ അഞ്ഞു പുസ്തകം പച്ചുമല്ലിക അറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടി കൊച്ചുവാർ മുടിയിൽ അങ്ങണിഞ്ഞതും. പക്ഷെ കുമാരൻ മണമ്പൂര് ഗോവിന്ദനാശാന്റെ അടുത്ത് പഠിക്കാൻ പോയപ്പോഴേക്ക് ഈ പഴയ കഥകളൊക്കെ മറന്നിരിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം ഇന്ന് ആദ്യമായി കാണാൻ കിട്ടിയതാണ്. കുമാരൻ ചോദിച്ചു, പാർവതി, നീ കുളി കഴിഞ്ഞോ? കുളി കഴിഞ്ഞു. ഈ ആമ്പൽപ്പൂ ഒക്കെ നിനക്ക് എങ്ങനെ കിട്ടി? ഓ, മറ്റാരും പറിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് പൂ കിട്ടൂലേ? അല്ല, ഇതെല്ലാം കൂടി നിനക്കെന്തിന്? എല്ലാം ഇനിയുമുണ്ടല്ലോ കുളത്തിൽ, ആവശ്യമുള്ളവർ ചെന്ന് പറിച്ചെടുത്തോളണം. ആർക്ക്? എനിക്കോ? എനിക്ക് ആവശ്യമില്ല. എങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊണ്ടു കൊടുക്കണം. ആർക്ക്? ആർക്കറിയാം. പാർവതി, നിനക്ക് പോകണ്ടേ? സന്ധ്യയായല്ലോ. നമ്മൾ പൊയ്ക്കൊള്ളാപ്പാ. അവൾ കയറി വന്നു. അടുത്തെത്തിയപ്പോ കുമാരൻ പഴയ സ്വാതന്ത്ര്യം വെച്ച് പെണ്ണിന്റെ അടുത്തിന്ന് കുടം പിടിച്ച് ചരിച്ച് ഒരു കൈക്കുമ്പിൾ വെള്ളമെടുത്തു തന്റെ മുഖത്ത് കുടഞ്ഞു.
കുടം പിടിച്ച് ചരിച്ചപ്പോൾ രണ്ടുപേരുടെയും കൈകൾ പരസ്പരം തൊട്ടു. പെണ്ണിന്റെ ശരീരമാസകലം കോരിത്തെരിച്ചു. അവൾ നടന്നകലുന്നു. കദളിക്കനി പോലുടലാർന്നവളെ കടഞ്ഞതാരീ രൂപം, ഈറനണിഞ്ഞു നടന്നകലുന്നു ആയിക മഞ്ജുള രൂപം. കദളിക്കനി പോലുടലാർന്നവളെ കടഞ്ഞതാരീ രൂപം. പാർവതി കുറച്ചകലെ ചെന്ന് ഒരാമ്പൽപ്പൂ നിലത്തിട്ടിട്ടാണ് പോയത്. കുമാരൻ ചെന്നതെടുത്തു. ദൂരെ ചെന്ന് പാർവതി തിരിഞ്ഞു നോക്കുമ്പോ കുമാരൻ ആ പൂവ് തന്റെ ചുണ്ടോട് ചേർക്കുന്നു. അവൾ ചിരിച്ചു. നിൽക്കുന്നു ദൂരെ. കുമാരൻ വായിച്ച പുസ്തകത്തിൽ ഒരു പദ്യം ഉരുവിട്ടു. ഹസ്തേ ലീലാ കമലമളകാമലകുന്ദാനുവിദ്ധ. ശൃംഗാര ശ്ലോകങ്ങൾ ചൊല്ലരുത്, എഴുതരുത് എന്ന് നാം കുമാരനെ വിലക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ശബ്ദം കേട്ട് കുമാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ നിൽക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ. സ്വാമി കയ്യിൽ കുറെ വള്ളികളും പച്ചലുകളുമായി അടുത്ത് നിൽക്കുന്നു. കുമാരൻ പേടിച്ചു പോയോ? ഇല്ല സ്വാമി. വരൂ കുമാര, ഈ പച്ചല തിന്ന് നാം മരുത്വാമലയിൽ പല ദിവസം കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. കുമാരൻ കൈനീട്ട്. സ്വാമി ആ പച്ചല 4-5 കയ്യിലിട്ട് കശക്കി അതിന് ചാർ കുമാരന്റെ കൈവെള്ളയിൽ ഒഴിച്ചു കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അപ്പം പോലെ ഉറഞ്ഞു. സ്വാമി അതെടുത്ത് ഒടിച്ചു പകുതി കുമാരന്റെ നാക്കിലിട്ട് കൊടുത്തു, പകുതി സ്വാമിയും തിന്നു. ആ തിന്നതിന്റെ രുചിയൊന്നും കുമാരന് ഓർമ്മയില്ല. കുമാരന്റെ മനസ്സിനറിയ സ്വാമി പാരിലില്ല ഭയമെന്നു വേറെയുണ്ടാരിലും കരുണയെന്നും ഏതിനും പോരുമെന്നും അരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തിയ അവൻ. കുമാരൻ പിന്നെ പദ്യം വല്ലതും എഴുതിയോ? ഇല്ല സ്വാമി. ശൃംഗാര പദ്യങ്ങൾ എഴുതരുതെന്ന് നാം വിലക്കിയത് കൊണ്ടാണോ? സ്വാമി, ശൃംഗാരം രസരാജനാണെന്ന് ആലങ്കാരികന്മാർ പറയുന്നുണ്ടല്ലോ. അതെ, അത് ശരിയാണ്. പക്ഷേ സ്ത്രീ സൗന്ദര്യം കണ്ടു നമ്മുടെ കണ്ണഞ്ചിപ്പോകരുത്. അപ്പോൾ കുമാരന് സ്വാമിയുടെ ഒരു പദ്യം ഓർമ്മയിലെത്തി. തലമുടി ഗോതിമിനുക്കി തക്കയിട്ട കൊലമതയാന കുലുക്കി കൊമ്പുരണ്ടും തലയുമുയർത്തി വിയത്തിൽ നോക്കി നിൽക്കും മുലകളുമെന്ന വലയ്ക്കൊലാ മഹേശ. സ്വാമി, ഇതെന്റെ വീടാണ്. വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. ഇല്ല, ഇനി ഒരിക്കൽ വരാം. സ്വാമി ദൂരെ ചെന്ന് അപ്രത്യക്ഷനാവുന്നു. കുമാരന്റെ മനസ്സിൽ പിന്നെയും പ്രത്യക്ഷപ്പെട്ടത് വിശ്വം മഴക്കും മധുരസ്മിതാവുമായി നിൽക്കുന്നു ദൂരെ. പിന്നെയും 2 ആഴ്ച കഴിഞ്ഞു. കുമാരൻ മണമ്പൂര് ഗോവിന്ദനാശാന്റെ വീട്ടിൽ പോയിട്ട് മടങ്ങി വരികയാണ്. പാർവതിയുടെ വീട്ടിനടുത്ത് വന്നപ്പോൾ ആ മുറ്റത്ത് വമ്പിച്ച ജനക്കൂട്ടം. അകത്ത് നിലവിളി കേൾക്കുന്നു. കുമാരൻ അങ്ങോട്ട് ചെന്നു. ആൾക്കൂട്ടം ഭേദിച്ച് അകത്തിരുന്നു. ഇതാ പാർവതി മരിച്ചു കിടക്കുന്നു. കത്തുന്നു ദീപമെന്ന തലയ്ക്കൽ, കരൾ പൊട്ടിക്കരയും നിരുറ്റവരൊക്കെയും പാളയുരിച്ച പോലാക വിളർത്തവൾ വായിൽ കിടക്കുന്നു നിശ്ചട്ടയായിതാ. കുമാരൻ പുറത്തിറങ്ങി. വീട്ടിന്റെ തെക്കുവശത്ത് ആ വൃക്ഷച്ചുവട്ടിൽ മാറി നിൽക്കുന്നു. ഞങ്ങൾ തമ്മിൽ അവസാനമായി കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. ഓടിപ്പോകുന്ന പശുവിന്റെ പിന്നാലെ കയറിൽ പിടിച്ചുകൊണ്ട് അവൾ ഓടുന്നു. തന്നെ കണ്ടപ്പോൾ വൃക്ഷത്തിൽ കയറി ചുറ്റി പശുവിനെ നിർത്തിയിട്ട് അവൾ തന്നെ നോക്കി ചിരിച്ചു. താനൊരു തമാശ പറഞ്ഞു. പെണ്ണെ, നിനക്കും വൃക്ഷത്തിനും കൂടി പശുവിനേക്കാൾ കരുത്തുണ്ട് കേട്ടോ. 2 പേരും ചിരിച്ചു. അത് അവസാനത്തെ ചെയ്യാണെന്ന് അറിഞ്ഞില്ലല്ലോ. കരൾ പൊട്ടിക്കരയുന്നിതുറ്റവരൊക്കെയും. പാർവതിയുടെ മൃതദേഹം എടുത്തു കഴിഞ്ഞു. ആ മൃതദേഹം കുഴിയിൽ കൊണ്ടുവച്ചു കഴിഞ്ഞു. മണ്ണ് വീണു തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ആ കുഴിക്കകത്ത് ഒരാമ്പൽ പൂവും വന്നു വീണു. എല്ലാവരും തിരിഞ്ഞു നോക്കി. അതാ പോകുന്നു കുമാരൻ. അന്ന് സന്ധ്യ കഴിഞ്ഞിട്ടും കുമാരൻ അമ്പലക്കുളത്തിന്റെ കൽപ്പടവിൽ നിന്ന് എഴുന്നേറ്റില്ല. കുമാര വിളി കേട്ടിട്ട് കുമാരൻ അറിയുന്നില്ല. ആരോ കുമാരന്റെ ചുമലിൽ കൈവച്ചു. ഞെട്ടി എഴുന്നേറ്റു. സ്വാമി, സ്വാമി, സ്വാമി. കരയരുത്. 2 ദിവസം കഴിഞ്ഞ് സ്വാമി വീണ്ടും വന്നു. 2 പേരും കൂടി കായ്ക്കര കടപ്പുറത്ത് കൂടി നടന്നു പോകുന്നു. തിരമാലകൾ ചുള്ളഴിഞ്ഞു ചെന്ന് 2 പേരുടെയും പാദം കഴുകി തിരികെ പോകുന്നു. സ്വാമി, മരിക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ എന്തിനു ജനിക്കുന്നു സ്വാമി? കുമാരന്റെ സംശയം. കുമാര, അപ്പോൾ ജനിക്കാം, മരിക്കാൻ വിഷമമാണല്ലേ? അല്ല സ്വാമി, യൗവന ആരംഭത്തിൽ തന്നെയുള്ള മരണം എങ്ങനെ സഹിക്കും സ്വാമി? കുമാരൻ പറയുന്നത് കേട്ടാൽ വൃദ്ധന്മാരെല്ലാം മരിക്കാൻ അങ്ങ് തയ്യാറെടുത്ത് നിൽക്കാണെന്ന് തോന്നുമല്ലോ. സ്വാമി, ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു.
ഞാൻ മരിച്ചു കിടക്കുന്നതായിട്ട്. കുമാരൻ ഈ മരണദുഃഖത്തിൽ നിന്ന് കരകയറണം, അല്ലെങ്കിൽ ഇങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കും. കുമാരൻ അദ്വൈതം പഠിക്കണം, സ്വാമി എന്നെ പഠിപ്പിക്കണം. കുമാര, സൂര്യൻ ഉദിക്കുന്നു, അതുകൊണ്ട് ഈ പ്രപഞ്ചമാകെ നിലനിൽക്കുന്നു ഇല്ലേ? പക്ഷെ സൂര്യന് പ്രത്യേകമായൊരു അഭിമാനവും അഹങ്കാരവും ഇല്ല. എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ നശിക്കുന്നു, ആരെല്ലാം മരിക്കുന്നു, സൂര്യന് ദുഃഖവുമില്ല. ഈ നിസ്സംഗഭാവം എന്ന് കുമാരന്റെ മനസ്സിൽ വരുന്നോ, അന്ന് കുമാരൻ രക്ഷപ്പെടും. സ്വാമി, ഞാൻ സ്വാമിയുടെ കൂടെ വരികയാണ്. എന്തിന്? എന്നെ ശിഷ്യനായി സ്വീകരിക്കണം സ്വാമി. പാടില്ല, നാം സന്യാസിയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്നുള്ള മരണമെന്നാണ് അർത്ഥം. സ്വാമി, ഞാനിനി വീട്ടിലേക്ക് പോകുന്നില്ല സ്വാമി. പാടില്ല, മാതാപിതാക്കൾ ദുഃഖിക്കും, അവർ നല്ലവരാണ്. ഇല്ല സ്വാമി, ഞാൻ സ്വാമിയുടെ കൂടെ വരികയാണ്. വേണ്ട, കുറെ കാലം കഴിയട്ടെ, നമുക്ക് പരീക്ഷിക്കട്ടെ. സ്വാമി ദൂരെ ചെന്ന് പറയുന്നു. കുമാരൻ നിർനിമേഷനായി നോക്കി നിൽക്കുന്നു. അണകവിയും നഴലാഴി പ്രണയമുദിച്ചു കവിഞ്ഞു പാരവച്ചാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായക എന്റെ ദൈവമല്ലോ, എന്റെ ദൈവമല്ലോ. കുമാര, കുമാര, നീ ഇവിടെ വന്നിരിക്കുന്നു. മോനെ, അച്ഛൻ വിളിക്കുന്നതാ, എഴുന്നേറ്റ് വാ. അമ്മയുടെ കൂടെ കുമാരൻ വീട്ടിലെത്തി. വീട്ടുമുറ്റത്ത് അച്ഛനും കൊച്ചാരി മുതലാളി നിൽക്കുന്നു. മുതലാളി പറഞ്ഞു, കുമാര, നീ എന്നെ കണ്ട് മുഖം കറുപ്പിക്കണ്ട. നിനക്ക് നല്ല സമ്മതമാണ്, പഴയ കണക്കെടുത്ത് ജോലി ഇനിയും തരാം. അങ്ങ് സമ്മതിക്കടാ മോനെ. അമ്മയുടെ നിർബന്ധം. അമ്മ വിഷമിക്കണ്ട, ഞാൻ പോവാ. മുതലാളി പോയിക്കോ, നാളെ രാവിലെ വരാം. അന്ന് അത്താഴം വിളമ്പിയപ്പോ അമ്മ കുമാരന് കാര്യമായിട്ട് കൊടുത്തു. മോനെ, നിനക്കെന്താടാ ഇത്ര വലിയൊരു ആലോചന? നിന്റെ മനസ്സിൽ വല്ല പെണ്ണോ പെടക്കോഴിയോ വല്ലതും ഉണ്ടോ? അടുത്ത ദിവസം അതിരാവിലെ അമ്മ മകനെ വിളിച്ചുണർത്താൻ ചെന്നപ്പോ കുമാരൻ കിടക്കയിലില്ല. ഇനി അന്വേഷിക്കാനൊരിടമില്ല. കുമാരൻ സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു. കുറ്റാലം ക്ഷേത്രസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് കുമാരൻ തമിഴ്നാട്ടിലെ ജനശൂന്യമായ തെരുവീഥിയിലൂടെ ഇതാ പോകുന്നു. ഒരേകാന്തമധികൻ തൂവെള്ള വസ്ത്രം കൊണ്ട് മേനി മൂടിയിരിക്കുന്നു. വിസ്തൃതമായ നെറ്റിത്തറത്തിൽ ഭസ്മം പൂശിയിട്ടുണ്ട്. കഴുത്തിൽ രുദ്രാക്ഷം, ഒരു സഞ്ചിയിൽ കുറെ പുസ്തകങ്ങൾ. കരുതുമതിഹ ചെയ്യവയ്യ, കരുതുമതിഹ ചെയ്യവയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചത് നിന്നിടാ വികാരം. പരമഹിതമറിഞ്ഞുകൂടാ, പരമഹിതമറിഞ്ഞുകൂടാ, ആയുസ്ഥിരതയുമില്ലതിന്റെ നീലരത്വം. കരുതുമതിഹ ചെയ്യവയ്യ. തിരുനെൽവേലി, പൊള്ളാച്ചി, മധുര, പളനി, അവസാനം തിരികെ തിരുവിതാംകൂറിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. അരുവിപ്പുറത്തെത്തി. കരുതുപതിഹ ചെയ്യവയ്യ, ചെയ്യാൻ മരുതി ലഭിച്ചതിൽ നിന്നിടാ വികാരം. പരമഹിതമറിഞ്ഞുകൂടാ, ആയുസ്ഥിരതയുമില്ലതിനിന്യമീനരത്വം. സ്വാമി, സ്വാമി, എന്നെ രക്ഷിക്കണം സ്വാമി. സ്വാമിയുടെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗ പ്രണാമം. കുമാര, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, കണ്ണു തുടയ്ക്കൂ. സ്വാമി, ഞാൻ സ്വാമിയെ തേടി പളനി വരെ പോയി. ഇന്നാണ് അറിഞ്ഞ സ്വാമി ഇവിടെ ഉണ്ടെന്ന്. എന്നെ അനുഗ്രഹിക്കണം സ്വാമി. കുമാര, സംസ്കൃതം നല്ല വിൽപ്പത്തിയായല്ലോ. അതാ ആ കുട്ടികൾക്ക് സംസ്കൃതം പറഞ്ഞു കൊടുക്ക്. കുമാരൻ ആശാനാകുന്നു, കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്ന ആശാൻ. കുമാരൻ അരുവിപ്പുറത്ത് വരുമ്പോൾ അവിടെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സ്വാമിയുടെ മറ്റ് ആരാധകന്മാരുമുണ്ട്. സ്വാമി അരുവിപ്പുറത്ത് വരുമ്പോൾ അരുവിപ്പുറം കാടാണ്, ഹിംസ ജന്തുക്കളുള്ള കാട്. ഭൂരിജന്തുഗമനങ്ങൾ പൂത്തലും ഭൂരുഹങ്ങൾ നിറയുന്ന കാടുകൾ. ദൂരദർശന കൃഷങ്ങൾ കണ്ടുക ചാരുചിത്രപട ഭംഗി പോലവൻ. അരുവിപ്പുറത്തൊരു ഗുഹാവാസിയായി സ്വാമി കഴിയുമ്പോൾ ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് സ്വാമി മെഴി തുറന്ന സമയത്ത് ചുറ്റും കുറെ അധികം ആൾക്കാർ തൊഴുകയോടെ നിൽക്കുന്നു. ആരാണ് നിങ്ങളൊക്കെ? സ്വാമി, ഞങ്ങളിവിടെ ചുറ്റുപാടുമുള്ളവരാണ്. സ്വാമി ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. ഞങ്ങളെ അനുഗ്രഹിക്കണം സ്വാമി. ഞങ്ങൾക്ക് സ്വാമി അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങൾക്ക് വഴി നടന്നുകൂടാ. ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പഠിക്കാൻ അനുവാദമില്ല. ഞങ്ങൾക്ക് ദൈവവും തുണയില്ല. ഞങ്ങൾക്ക് രാജാവില്ല, രാജാവും തുണയില്ല. ഞങ്ങൾക്ക് സ്വാമി അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളെ അനുഗ്രഹിക്കണം സ്വാമി. നിങ്ങൾക്കെല്ലാം ഉണ്ടാകും, എല്ലാം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കണം. ഞങ്ങൾക്ക് ആരാധിക്കാൻ അമ്പലമില്ല സ്വാമി.
ആ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് സ്വാമി ആദ്യമായി അരുവിപ്പുറത്തൊരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. അദ്വൈതത്തിന് പൂണൂലണിയിക്കുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ആ നിശബ്ദ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അവിടെ നിന്നാണ്. പരിവർത്തനത്തിന്റെ ചക്രം തിരിക്കാൻ കരുത്തുറ്റ സ്വാമിയുടെ കരങ്ങൾ ഉയർന്നപ്പോൾ നിരാലംബരായ ജനലക്ഷങ്ങൾ ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിന്നു. ഈ പശ്ചാത്തലത്തിലാണ് കുമാരൻ അരുവിപ്പുറത്തെത്തിയതും ആശാനായതും. ഒരു ദിവസം സ്വാമിയെ കാണാൻ ഡോക്ടർ പൽപ്പു വന്നു. അല്ല ഡോക്ടറോ, ഇപ്പോഴെവിടുന്ന് വരുന്നു? സ്വാമി, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക. ജോലിയുണ്ടല്ലോ? ജോലിയുണ്ട്, 2000 രൂപ ശമ്പളമുണ്ട്. സ്വാമി, നമ്മുടെ പൊന്നു തിരുമേനയുടെ നാട്ടിലല്ലേ ഉള്ളൂ അവർണന്മാർക്ക് വിലക്ക്. മൈസൂർ ഗവൺമെന്റ് ജാതിയും മതവും നോക്കിയല്ല, പ്രാപ്തിയും പഠിപ്പും നോക്കിയാണ് ജോലി നൽകുന്നത്. എൻ്റെ അപേക്ഷ ഇവിടുത്തെ പൊന്നു തിരുമേനി ദീപാനഞ്ചും കൂടെ വലിച്ചെറിഞ്ഞു. പക്ഷേ മൈസൂരിലെ സായിപ്പിൻ്റെ ഗവൺമെന്റ് ഉടനെ അത് പരിഗണനയ്ക്കെടുത്തു, ജോലി തന്നു. 2000 രൂപ ശമ്പളവും യാത്രപ്പടിയും. കൊള്ളാം ഡോക്ടറെ. ഞാൻ അന്ന് പറഞ്ഞല്ലോ ഒരു പയ്യന്റെ കാര്യം, ആ കുട്ടികളെ പഠിപ്പിക്കുന്ന പയ്യൻ കുമാരൻ. ഡോക്ടർ കൊണ്ടുപോയിക്കോളൂ, പഠിപ്പിക്കണം, കഴിവനുസരിച്ച് പഠിപ്പിക്കണം, നന്നായി വരും. ബാംഗ്ലൂരിൽ ചാമരാജ് എന്ന സംസ്കൃത കോളേജിൽ ആദ്യമായി ഒരു അബ്രാഹ്മണന് അഡ്മിഷൻ കിട്ടി. ആ അബ്രാഹ്മണനാണ് എൻ കുമാരൻ. ക്ലാസ് നിറയെ ബ്രാഹ്മണ കുട്ടികൾ, അഹങ്കാരികൾ. പക്ഷെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും ഹയസ്റ്റ് മാർക്ക് കുമാരന്. ബ്രാഹ്മണ്യത്തിന്റെ പത്തി താഴ്ന്നു. ഡോക്ടർ പൽപ്പുവിന്റെ വീട്ടിലാണ് കുമാരന്റെ താമസം. ഡോക്ടർ വീട്ടിൽ എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഡോക്ടർ കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ. കുമാരൻ തർക്കതീർത്ഥ എന്ന പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. വാപീ കാപി സ്ഫുരതി ഗഗനേ തൽപരം സൂക്ഷ്മപത്യ സോപാനാളീം അധികതവതീ കഞ്ചനീ മൈന്ദ്രനീലി. ഇങ്ങനെ ഡോക്ടർ കുട്ടികൾ her arms across a breast she lay, she was more beautiful than words can say. Barefooted came the beggar maid before the king of Ichwa. ഇത് കേട്ടപ്പോൾ കുമാരന് ഇംഗ്ലീഷ് ഭാഷയോട് അടക്കാനാവാത്തൊരു അഭിനിവേശം. കുമാരൻ ഇംഗ്ലീഷ് പഠിക്കണോ? അത് ചോദിച്ചു ഡോക്ടറുടെ ഭാര്യയാണ്. ഡോക്ടറുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നടരാജഗുരുവിന്റെ മാതാവ്. ഇംഗ്ലീഷ് പഠിക്കണോ? പഠിക്കണം. ഫസ്റ്റ് ലെസൺസ് ഇൻ ഇംഗ്ലീഷ് എന്നൊരു പുസ്തകം വരുത്തി ആ മഹതിയാണ് കുമാരനെ ഇംഗ്ലീഷിന്റെ പ്രാരംഭ പാഠങ്ങൾ പഠിപ്പിച്ചത്. ഒരു ദിവസം ഡോക്ടർ പൽപ്പു തിടുക്കത്തിൽ വീട്ടിൽ മടങ്ങി വന്നു. കുമാര, നമുക്ക് ഉടനെ ബാംഗ്ലൂർ വിട്ടു പോകണം. പട്ടണത്തിൽ പ്ലേഗ് ബാധ. ഹോസ്പിറ്റലൈസ് ചെയ്ത ഒരൊറ്റ കേസും രക്ഷപ്പെട്ടിട്ടില്ല. നമുക്കുടനെ നാടുവിടണം. കുമാരന് പരീക്ഷ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. വള്ളം കായിക്കരക്കടവിലടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുമാര, നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ നിനക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. ചെന്ന് അമ്മയെ കണ്ട് ആശ്വസിപ്പിച്ചിട്ട് വരൂ. കുമാരൻ പോയി. വീട്ടിലേക്കല്ല, ക്ഷേത്രത്തിലേക്ക്. അവിടെ ആ സേവപ്പന്തലിൽ ചെന്നിരുന്നു, ധ്യാനിച്ചു, എഴുതി. കാണപ്പെട്ടില്ല കാണും നിറമുടതിനു കണ്ണില്ല കയ്യില്ല കാലില്ല, ആണല്ലല്ലാതെയല്ല അണുവുമളവുമില്ല, ആദിയില്ല അന്തമില്ല. സ്ഥൂണപ്രായം ജഡത്വം ചെറുതു പറയുവാനില്ല, മറ്റൊന്നുമല്ല ഈ കാണും ബ്രഹ്മാണ്ട കോടി, കപട നടനകലാശാലിയാണ് എന്റെ ദൈവം, എന്റെ ദൈവം. കുമാര, കുമാര. വിളികെട്ട് കുമാരൻ ഞെട്ടി എഴുന്നേറ്റു. ഇതാ അമ്മ നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നു. അമ്മ, അമ്മ എന്തിനു കരയുന്നു? എന്തിനു കരയുന്നു? അമ്മ എന്തിനു കരയുന്നു? എന്തിനു കരയുന്നല്ലടാ. എടാ, നിന്റെ അച്ഛൻ മരിച്ചപ്പോ നീ വന്നോ? പിന്നെ തൃപ്പാദങ്ങൾ പറഞ്ഞയച്ചതാണല്ലോ എന്ന് കരുതി ഞങ്ങൾ സമാധാനപ്പെട്ടു. നീ ഇപ്പൊ ഇവിടെ വന്നു, ഇത്രയൊക്കെ കുത്തി കുറിച്ചു വച്ചു. എടാ, ഞാനുണ്ടോ ചത്തോന്ന് തിരക്കിയോ? എടാ, പെറ്റതള്ളെ വന്ന് കണ്ടുകൂടാന്ന് ഏത് ഗ്രന്ഥത്തിലാടാ പറഞ്ഞിരിക്കുന്നത്? അമ്മ പോയിക്കോ, ഞാൻ വന്നേക്കാം. അമ്മ പോയി. പക്ഷെ കുമാരൻ വീട്ടിലേക്ക് പോയില്ല. അതൊരു പ്രതിജ്ഞയായിരുന്നു. പണ്ട് വീട് വിട്ടിറങ്ങിയപ്പോൾ എടുത്ത പ്രതിജ്ഞ. മേലാൽ ഈ വീട്ടിലേക്കില്ല. ആ പ്രതിജ്ഞ പാലിക്കുന്നതിൽ കുമാരൻ ഒരു കൊച്ചു ഭീഷ്മരായിരുന്നു. ഡോക്ടർ പൽപ്പു ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിൽ പോയി. കുമാരൻ ഇപ്പോൾ ബംഗാളിലുണ്ട്. കൽക്കത്തയിൽ സംസ്കൃത കോളേജിൽ പഠിക്കുന്നു. ഡോക്ടർ കൊണ്ടുചെന്ന് ഏർപ്പാട് ചെയ്തതാണ്. കാമാഖ്യനാഥ തർക്കഭാഗീശൻ എന്ന ബ്രാഹ്മണന്റെ വീട്ടിലാണ് താമസം. ആ കാലത്താണ് ഇന്ത്യയുടെ ദേശീയ സംസ്കാരം ഉൾക്കൊള്ളാൻ കുമാരന് സന്ദർഭം ലഭിച്ചത്. ഈലാകാവ്യത്തിൽ അത് ആശാൻ പാടിയിട്ടുമുണ്ടല്ലോ. പല ജനത പല നിബന്ധനം, പല നഗരം പല വേഷ ഭാഷകൾ, പലതുമിതു കണഞ്ഞു കണ്ട്
അലമവൾ മോദവുമാർന്നു ബോധവും. ബംഗാളിൽ പരീക്ഷയ്ക്ക് ഇരിക്കേണ്ട കാലമായപ്പോ ബാംഗ്ലൂരിലെ പ്ലേഗ് വണ്ടി കയറി അങ്ങ് ബംഗാളിൽ ചെന്ന് കുമാരനെ തേടി. പക്ഷെ കുമാരൻ രക്ഷപ്പെട്ടു. മരം കോച്ചുന്ന മഞ്ഞത്ത് ഒരു വെളുപ്പാങ്കാലത്ത് ഹൗറ സ്റ്റേഷനിൽ നിന്ന് കുമാരനെ യാത്രയാക്കാൻ ആ ബ്രാഹ്മണ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ചെന്നിരുന്നു. വണ്ടി നീങ്ങിയപ്പോൾ ഒരു ബ്രാഹ്മണ കന്യക പൊട്ടിക്കരഞ്ഞു. സ്വർണശാലാക പോൽ പൂരിരുളിൽ വർണ്ണമയൂഖമേ നീ മറഞ്ഞു, വർണ്ണമയൂഖമേ നീ മറഞ്ഞു. നിന്നെ മോഹിച്ചു പറന്ന പൂമ്പാറ്റവൻ വർണ്ണച്ചിറകുകൾ അറ്റു വീണു, വർണ്ണച്ചിറകുകൾ അറ്റു വീണു. സ്വർണശാലാക പോൽ പൂരിരുളിൽ വർണ്ണമയൂഖമേ നീ മറഞ്ഞു, വർണ്ണമയൂഖമേ നീ മറഞ്ഞു. കുമാരൻ വീണ്ടും അരുവിപ്പുറത്തെത്തി. സ്വാമി പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രത്തിൽ ശാന്തി ജോലി സ്വീകരിച്ചു. ആയിടക്കെഴുതിയ പദ്യങ്ങൾ ഒരു തനി വിരാഗിയുടെ മനസ്സാണ് വിളംബരം ചെയ്യുന്നത്. കണ്ണേറുകൊണ്ട് കലുഷക്കടലിൽ കമഴ്ത്തും പെണ്ണുങ്ങളും പുഴുകുതിർന്നു പൊലിഞ്ഞു പോകും. എങ്കിലും സ്വാമി അറിയാതെ എഴുതിയ സുന്ദരമായൊരു നാടകമുണ്ട്, വിചിത്ര വിജയം. ജീവിതഗന്ധിയായ ആ നാടകത്തിന്റെ രചനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ബൽപു വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയത്. ഡോക്ടർ ജൻ സ്വാമിയെ കണ്ടു. സ്വാമി, ഞാൻ വിദേശത്തേക്ക് പോകും മുമ്പ് 15,000 അവർണന്മാരുടെ കയ്യൊപ്പ് ശേഖരിച്ച് ഇവിടുത്തെ മഹാരാജാവിനെ ഏൽപ്പിച്ചു. ഒരു മറുപടി പോലും തന്നില്ല. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിപ്പിച്ചു. തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിൽ അയിത്തം എന്നൊരു അനാചാരം നിലവിലുള്ളതായിട്ട് അറിയാമോ? അന്വേഷിച്ച് മറുപടി പറയാം എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഞാൻ എത്ര ലേഖനം എഴുതി. സ്വാമി, അങ്ങ് ധാരാളം പ്രതിഷ്ഠകൾ നടത്തി. പാവങ്ങൾക്ക് ആരാധന ആലയങ്ങളുണ്ടായി. കുമാരനാശാൻ സ്തോത്രങ്ങളും കാവ്യങ്ങളും രചിച്ചു. പക്ഷെ അവർണ സമുദായ അംഗങ്ങളെല്ലാം ഇപ്പോഴും ആട്ടി ഓടിക്കപ്പെടുന്നു. നമുക്കിനി ആരുടെയും കാല് പിടിക്കാൻ പോകണ്ട സ്വാമി. നാം ഒരു ശക്തിയാണെന്ന് ഭരണവർഗത്തെ ബോധ്യപ്പെടുത്തണം സ്വാമി. നമുക്ക് സംഘടന വേണം. സ്വാമി എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് സംഘടന മാത്രം പോരാ സ്വാമി, ഇവിടെ അടി നടക്കണം സ്വാമി. ആ ചാന്നാൻ ലഹള പോലത്തെ ലഹള നടക്കണം. നമ്പൂരി പെണ്ണിലെ പോലൊന്നൊരിക്കൽ ചാനാട്ടി പെണ്ണും അണിഞ്ഞൊരുങ്ങി. ചാനാട്ടി എന്ന് പറഞ്ഞാൽ നാടാത്തി. അന്ന് അവർണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറച്ചുകൂടാ. ഏത് പ്രായക്കാരി പിറന്നപടി അങ്ങ് നടന്നുകൊള്ളണം. എന്തിന്? തമ്പുരാക്കന്മാർക്കൊക്കെ കാണാമല്ലോ. ഒരു നാടാത്തി പെണ്ണ് തീരുമാനിച്ചു, ഞാൻ മാറുമറയ്ക്കും, വരുന്നോ വരട്ടെ. നമ്പൂരി പെണ്ണിനെ പോലൊന്നൊരിക്കൽ നാടാത്തി പെണ്ണും അണിഞ്ഞൊരുങ്ങി. തലമുടി ഗോതി മീനുക്കി പെണ്ണ് തക്കയണിഞ്ഞു, വളയണിഞ്ഞു, കുപ്പായമിട്ടു തരിയമിട്ട് കൂത്ത് കാണാനായി പുറപ്പെടുന്നു. അതൊക്കെ പ്രവേശനമുള്ള ക്ഷേത്രത്തിലേക്കായിരുന്നില്ല, അവിടെ കൂത്ത് കാണാൻ പോക്ക്. 2 ആൽത്തറയും കഴിഞ്ഞ് കളത്തട്ടിന് അടുത്തെത്തിയപ്പോ കളത്തട്ടയിലെ ആശാന്മാർ നമ്പൂരി യുവാക്കൾ അവളെ കടന്നു പിടിച്ചു. നമ്പൂരി അലർച്ച കേട്ട് നമ്പൂരിമാർ തിരിഞ്ഞു നോക്കുമ്പോ വരുന്നു 10-100 കറമ്പന്മാർ, നാടാക്കൾ. പാഞ്ഞൊന്നൊരു നാടാർ നമ്പൂതിരിയുടെ കൊടവേർ നോക്കി ആഞ്ഞൊരു തൊഴി കൊടുത്തു. ആ തൊഴിയെ തുടർന്ന് തിരുവിതാംകൂറിലൊട്ടാകെ ഒരു തൊഴി നടന്നു. അവസാനം പട്ടാളവും പോലീസും ഇടപെട്ടാണ് ലഹള ശമിപ്പിച്ചത്. ഒത്തീർപ്പുണ്ടായി. എല്ലാവരും മുലക്കച്ച് കെട്ടിക്കോളൂ, പക്ഷേ നമ്പൂതിരി സ്ത്രീകളെ അനുകരിക്കാൻ പാടില്ല, 2 ഇഞ്ച് താഴ്ത്തി വെച്ച് കെട്ടിക്കോളൂ. ഒടുവിൽ മൈസൂരിൽ നിന്ന് ഗവർണർ സാഹിബിന്റെ കൽപ്പന വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരുപോലെ മുലക്കച്ച് കെട്ടാൻ അനുവാദം ലഭിച്ചത്. സ്വാമി, നമുക്ക് സംഘടന വേണം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1902 ആ സംഘടന രൂപം കൊണ്ടത് അങ്ങനെയാണ്. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. ദിഷ്ടം നമുക്ക് കുറവായി, സമുദായ കാര്യം ഇഷ്ടപ്പെടുന്നവരുമില്ലിഹ ഭൂരി നമ്മിൽ. കവിയായ സെക്രട്ടറിയുടെ വിലാപമാണ്. ദിഷ്ടം നമുക്ക് കുറവായി, സമുദായ കാര്യം ഇഷ്ടപ്പെടുന്നവരുമില്ലിഹ ഭൂരി നമ്മിൽ. സംഘടന ഉടലെടുക്കുന്ന സമയത്ത് 5 രൂപ ശമ്പളക്കാരനായ ഒരൊറ്റ അവർണൻ പോലും സർക്കാർ സർവീസിലില്ല. 12 വർഷം കഴിഞ്ഞപ്പോൾ 120 അവർണന്മാർ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ഈ ഒരു വ്യാഴവട്ട കാലത്തിനിടയ്ക്ക് കൃത്യാന്തര ബഹുലമായ ഈ കാലഘട്ടത്തിലാണ് മലയാള സാഹിത്യത്തിൽ ചരിത്രപരമായ വഴിത്തിരിവ് സൃഷ്ടിച്ച വീണപൂവിന്റെ ജനനം.
സിംഹപ്രസവം എന്ന ആ ഖണ്ഡകാവ്യം കാഴ്ച ബംഗ്ലാവിൽ കണ്ട സിംഹപ്രസവം മാത്രമല്ല, സംഘടനാ നേതൃത്വം എന്ന സിംഹക്കുട്ടി ജനിച്ചത് ഭംഗ്യന്തിരേണ തന്റെ സഹജാതരെ അനുസ്മരിപ്പിക്കുകയായിരുന്നു കവി. നളിനിയും ലീലയും ബുദ്ധേരിതവുമെല്ലാം ഒന്നിനു പുറകെ ഒന്നായി കൈരളിയെ കാവ്യസമ്പുഷ്ടയാക്കിയതും ഇത്തരം സംഘടനാ ഭാരവാഹിത്വത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ. ശ്രീമൂലം പ്രജാസഭാ മെമ്പറായി ചരിത്രം രചിച്ച പ്രഭാഷണങ്ങൾ കാഴ്ചവെച്ചതും ഇതേ സന്ദർഭത്തിൽ തന്നെ. ഡോക്ടർ പൽപുവിന്റെ അനുജൻ കുമാരു റൈറ്റർ ഈയിടയ്ക്ക് ഒരു ദിവസം ആശാന്റെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു. ആശാൻ, അങ്ങ് കേരളത്തിന്റെ ഹീറോ ആണ്. അങ്ങയോട് ആവശ്യപ്പെടാവുന്ന കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നു. ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. എൻ്റെ മകൾ ഭാനുമതി വളരെ നേരത്തെ വിദ്യാഭ്യാസം നിർത്തി വീട്ടിൽ നിൽക്കേണ്ടി വന്നു. അവരുടെ അമ്മ കുഞ്ഞുനാളിലെ ഞങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞു. ആശാന്റെ സൗകര്യം പോലെ അവൾക്ക് ഇത്തിരി സംസ്കൃതം പറഞ്ഞു കൊടുത്താൽ തരക്കേടില്ലായിരുന്നു. കുമാരു റൈറ്റർ വെച്ച അഭ്യർത്ഥന കുമാരനാശാൻ അംഗീകരിച്ചു. ഭാനുമതി അമ്മ പറയുന്നു, വന്ദ്യനാമം മഹാൻ ഗുരുനാഥനായി അന്നു ഞാൻ ജീവിത ധന്യയായി, അന്നു വിടർന്ന വിഭാതമേ നിന്ന ഞാൻ എന്നും തൊഴുന്നു കരങ്ങൾ കൂപ്പി, എന്നും തൊഴുന്നു കരങ്ങൾ കൂപ്പി. പ്രസിദ്ധ നോവലിസ്റ്റ് ശ്രീ കെ സുരേന്ദ്രൻ ഒരിക്കൽ ഭാനുമതിയോട് ചോദിച്ചു, ആശാനെ ആദ്യമായി കണ്ടപ്പോൾ ഭാനുമതിയമ്മയ്ക്ക് എന്തു തോന്നി? ക്ഷമിക്കണം മിസ്റ്റർ സുരേന്ദ്രൻ, എപ്പോഴാണ് ആദ്യം അദ്ദേഹത്തെ ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആശാൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഞാൻ ജനിച്ച ദിവസമാണ് ആശാൻ ബംഗാളിൽ നിന്ന് മടങ്ങി വന്നതെന്ന് അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ട്യൂഷൻ മാസ്റ്ററായ ആദ്യം അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ കണ്ട രൂപം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. പതിവിടർന്ന വിലോല മിഴികളും പരം വിചാര ഗംഭീരമാം ഭാവവും ഏറക്കനത്തോരു താടി തുടുതുടുപ്പേറിന മാംസളമാം കവിൾത്തട്ടുകൾ വിസ്തൃത സുന്ദര നെറ്റിത്തടം വിടർന്നുദ്ധതമാകിന നാസിക രമ്യമാം ബദ്ധാധരങ്ങൾ അദൃശ്യമാം തന്മൗലി മുറ്റി വളർന്നിടും നീല ചുരുൾമുടി, മുറ്റി വളർന്നിടും നീല ചുരുൾമുടി. ആദ്യമൊക്കെ എനിക്ക് അദ്ദേഹത്തോട് ഈശ്വരതുല്യമായ ആരാധനാഭാവമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ആരാധനാഭാവത്തിനൊരു വ്യതിയാനം സംഭവിച്ചു. ആ മാറ്റം ആരും അറിഞ്ഞില്ലെന്നാണ് ഞാൻ ധരിച്ചത്. എന്നാൽ ഞങ്ങളുടെ മുറ്റത്തെ കിളിമരത്തിൽ പടർന്നു കിടക്കുന്ന മുല്ലവല്ലി എൻ്റെ അന്തർഗതം മനസ്സിലാക്കിയ മട്ടിൽ പൂവിട്ട് പുഞ്ചിരിച്ചു. ഞാൻ ആ പൂക്കളെല്ലാം എടുത്തെടുത്ത് പച്ചില കുമ്പിളിലാക്കി അദ്ദേഹത്തിന് സമ്മാനിച്ചു. മുറ്റത്ത മുല്ല തൻ ചാരുമൃദുസ്മിതം പൊട്ടിവിടർന്നു വീരിഞ്ഞ പൂക്കൾ, പൊട്ടിവിടർന്നു വീരിഞ്ഞ പൂക്കൾ നിത്യവും നൽകി അങ്ങേക്ക് ആരാധിക പുഷ്പാർച്ചന ചെയ്യുകയായിരുന്നു, പുഷ്പാർച്ചന ചെയ്യുകയായിരുന്നു. ഒരു ദിവസം ആശാൻ ചോദിച്ചു, ഭാനുമതി, സാധാരണ നീ എനിക്ക് പൂക്കൾ സമ്മാനിക്കുന്നത് നിന്റെ അച്ഛന്റെ സാന്നിധ്യത്തിലാണ്. ഇന്ന് നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ പതിവില്ലാതെ ഈ പൂക്കൾ എവിടെയോ ഒളിച്ചു വെച്ചിരുന്നു. അച്ഛൻ പോയപ്പോൾ നീ എനിക്ക് സമ്മാനിക്കുന്നു. എന്താണിങ്ങനെ? ഒന്നുമില്ല സാർ. കള്ളം. ഭാനുമതിയെ കുറ്റം പറയണ്ട. ഇത്തരം സന്ദർഭങ്ങളിൽ മാനോടൊത്തു വളർന്ന് മന്മഥകഥയുടെ ഗന്ധം ഗ്രഹിച്ചിട്ടില്ലാത്ത കണ്വാശ്രമ കന്യക പോലും കള്ളം കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു ദിവസം ഗുരുനാഥൻ പഠിപ്പിക്കാൻ ചെന്നില്ലെങ്കിൽ ശിഷ്യയ്ക്ക് വല്ലാത്ത അസ്വാസ്ഥ്യം. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പോയിട്ടുള്ളവരല്ലേ. ഒരു ദിവസം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മുടെ അധ്യാപകൻ വന്നില്ലെന്നറിഞ്ഞാൽ നമുക്കൊക്കെ എന്ത് സന്തോഷമാണ്. ഈ ശിഷ്യയ്ക്ക് മറിച്ചാണ്. ഭാനുമതി, ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഒരു ദിവസം ആശാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഹോ, പെണ്ണിന് മുഖം വാടിയല്ലോ, എന്ത് ചെയ്യാം, നീ പെണ്ണായിപ്പോയി. ആണായിരുന്നെങ്കിൽ ശിഷ്യനായി കൂടെ കൊണ്ടുപോകാമായിരുന്നു. ആശാൻ ഒരു ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ശിഷ്യ ചോദിക്കുന്നു, സാർ, സ്വപ്നം സഫലമാകുമോ? ആ, സ്വപ്നം ചിലർക്ക് ചില കാലം ഒക്കണം എന്നുണ്ട്. എന്താണ്? ഞാനൊരു സ്വപ്നം കണ്ടു സാർ. എന്ത് സ്വപ്നം? ശിഷ്യ മുഖം കുനിച്ചിരിക്കുന്നു. അവളുടെ കവിൾത്തടം കൂടുതൽ അരുണാഭമാകുന്നു. എന്താണ് സ്വപ്നം? കേൾക്കട്ടെ. മടിച്ചു മടിച്ചവൾ പറഞ്ഞു, സ്വപ്നത്തിൽ അങ്ങയെ
കണ്ടു ഞാൻ മൽക്കുരോ ഒപ്പമൻ പട്ടു കിടക്കയിന്മേൽ, ഒപ്പമൻ പട്ടു കിടക്കയിന്മേൽ. ആശാൻ അവൾക്ക് 2-3 സംസ്കൃത പദ്യം പറഞ്ഞു കൊടുത്തു. ഭാനുമതി, ഉറങ്ങാൻ കിടക്കും മുമ്പ് ഈ പദ്യങ്ങൾ ഉരുക്കഴിച്ചിട്ട് കിടന്നാൽ ആവശ്യമില്ലാത്ത സ്വപ്നമൊന്നും കാണില്ല കേട്ടോ. പക്ഷേ പ്രകൃതി അതിന്റെ കർത്തവ്യങ്ങൾ മുറ തെറ്റാതെ നിറവേറിക്കൊണ്ടിരുന്നു. ഒരു ഇടവമാസം 1-ാം തീയതിയാണ് ആശാൻ ശിക്ഷയെ പഠിപ്പിക്കാൻ ആദ്യം വന്നത്. അടുത്ത ഇടവം വന്നു. ഇടവത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ, ഇടിയും മിന്നലും കോളും കൊമ്പാസും ഒക്കെ. ആശാൻ ഒരു ദിവസം പാടമെടുത്ത് പോകാൻ ഇറങ്ങി, മഴയും വീണു. അടാപിടി മഴ, ഇടിയും വെട്ടി തകർത്ത വർഷം. ആശാനെ, ആശാൻ നീ കയറിപ്പോരെ, ആശാനെ മഴ കഴിഞ്ഞു പോകാം, നീ കയറിപ്പോരെ. ആശാൻ തിരിച്ചു വന്നു, നനഞ്ഞു ഊറ്റിവാരി. ആശാനെ, ആശാൻ ഇവിടെ താമസിച്ചുകൊള്ളൂ, ഇവിടെ നിന്ന് എവിടെയും പോകാമല്ലോ. ആശാന്റെ സമയത്തിന് വലിയ വിലയാണ്. കുറെ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇവിടെ താമസിച്ചുകൊള്ളൂ. കുമാരൂറായിട്ട് വെച്ച ആ 2ാമത്തെ നിർദ്ദേശവും കുമാരൻ ആശാൻ സ്വീകരിച്ചു. ശിക്ഷയ്ക്ക് ഗുരുനാഥനെ ശുശ്രൂഷിക്കേണ്ട ചുമതല കൂടി വന്നിരുന്നർത്ഥം. ഒരു ദിവസം അത്താഴം കഴിഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു, ഭാനുമതി, നാളെ എനിക്ക് വെളുപ്പിന് 4 മണിക്ക് പോകണം. നാളെയല്ലേ ഗുരുദേവന്റെ ഷഷ്ഠബ്ദപൂർത്തി ജന്മദിനാഘോഷം. കൃത്യം 3 മണിക്ക് ആശാൻ ഉണർന്നു. ശിഷ്യയും അതേ സമയത്ത് ഉണർന്നു. ഉമിക്കരിയും വെള്ളവും കൊണ്ടു കൊടുത്തിട്ട് ചോദിച്ചു, കാപ്പി തിളപ്പിക്കണ്ടേ? വേണ്ട, ഭാനുമതി പോയി ഉറങ്ങിക്കൊള്ളു. ഭാനുമതി പോയില്ല. അവൾ മുറ്റത്തങ്ങനെ ചാഞ്ചാടി നിന്നു. അവൾ ആ മുല്ലവല്ലി പടർന്നു കിടക്കുന്ന കിളിമരത്തിൽ ചെന്ന് ചാരി നിന്നു, ചണ്ടാല ഭിക്ഷുകിലെ ആ നായികയെ പോലെ. ചാരത്തെത്തിയോരോ മനപ്പൂങ്കുല പാരാതാഞ്ഞൊടിച്ചായതു നോക്കി, ചാരുനേത്ര മരത്തിലിടത്തുതോൾ ചാരി ചാഞ്ഞു ചരിഞ്ഞ കിഴികളാൽ ദൂരമേവുന്ന ഭിക്ഷുവിനായി കരും താരിണമാല മോഹമായി നിർമ്മിച്ചു. പാരിലൊറ്റക്കാലൂന്നി നില കൊണ്ടാൾ മാരദൂതി പോൽ തെല്ലിട സുന്ദരി. ആ നിൽപ്പ് കണ്ടപ്പോൾ ആശാൻ എഴുന്നേറ്റ് അടുത്തിയെന്നു. ശിഷ്യ നിന്ന നിൽപ്പിൽ അങ്ങനെ നിന്നതേ ഉള്ളൂ. അനാവൃതമായൊരു വീണ കണക്ക്. മീട്ടിക്കോളൂ, ഏത് രാഗവും കിട്ടും എന്ന അർത്ഥത്തിൽ. ആശാൻ ശിഷ്യയെ അനുഗ്രഹിച്ചു. ജീവിതത്തിൽ ആദ്യമായി. ഒരാഴ്ച കഴിഞ്ഞ് ആശാൻ വീണ്ടും കുട്ടിയെ പഠിപ്പിക്കാൻ ചെന്നു. വായിക്കൂ ഭാനുമതി. ഭാനുമതി പുസ്തകം തുറന്ന് മുഖം കുനിച്ചിരിപ്പാണ്. പുസ്തകത്തിൽ ഒരു തുള്ളി കണ്ണുനീർ വീണു. അന്ന് പിന്നെ ആശാൻ പാഠമെടുത്തില്ല. അടുത്ത ദിവസം അവൾ കൂടുതൽ പരീക്ഷണയായി കാണപ്പെടുന്നു. അന്ന് ആശാൻ അവിടെ പുസ്തകത്തിൽ കുറിപ്പെഴുതി വെച്ചു, ഭാനുമതി, നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയൂ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിനൊരു മറുപടി കിട്ടി. അങ്ങൊരു വലിയ മനുഷ്യനാണ്, ഞാനൊരു പൊട്ടിപ്പെണ്ണ്. അങ്ങയുടെ പ്രിയ ശിഷ്യ ആകാനേ എനിക്ക് ഭാഗ്യമുള്ളൂ, പ്രിയ ആകാൻ എനിക്ക് യോഗമില്ല. ആശാൻ അതിന് മറുപടി കൊടുത്തു, ഭാനുമതി, നിന്നെ വിവാഹം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. അടുത്ത ദിവസം ആശാൻ ചെന്നപ്പോൾ ശിഷ്യ ആകെ തകർന്ന് വശം കെട്ടു നിൽക്കുന്നു. ഭാനുമതി, നീ ഇന്ന് വളരെ ദുഃഖിതയായി കാണപ്പെടുന്നു. എന്ത് സംഭവിച്ചു? സാർ, എല്ലാം അച്ഛൻ അറിഞ്ഞു. അച്ഛൻ എന്നെ തല്ലി. അവൾ തേങ്ങിക്കരയുന്നു. മഴകരുതു മഞ്ജുമുഖി സത്യമോട സത്യം രാഗലിതമായ പൊരുളാണ് ഭുവനം കേൾ. ഏകമുഖമായി ഗുണമെഴില്ലറികയെന്നും ലോകമിതിൽ നന്മയൊടു തിന്മ പൊരുതുന്നു, ലോകമിത് നന്മയൊടു തിന്മ പൊരുതുന്നു. പെണ്ണ് പിന്നെയും കരഞ്ഞു. അവൾക്ക് ആശാന്റെ ഫിലോസഫി വല്ലതും മനസ്സിലാകുമോ? ആശാൻ ചെന്ന് ചാരുകസേരയിൽ ചാഞ്ഞു. അദ്ദേഹം ശോകമൂകനായി അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഭാനുമതി മെല്ലെ അടുത്തിയെന്നു. സാർ, സാർ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട, എന്നെ മറന്നു കളയൂ. ഇന്ന് ശ്രീമൂലം ക്ലബിൽ നാടകത്തിന് പോകണമെന്ന് നേരത്തെ പറയുന്നത് കേട്ടല്ലോ, പോകുന്നില്ലേ? ഇല്ല, എങ്ങും പോകുന്നില്ല. ആശാൻ എഴുന്നേറ്റ് നടന്നു. ജീവിതം തന്നെ ശൂന്യമായി തീർന്നപ്പോൾ തോന്നുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മളും മഹാകവിയും ഒക്കെ തുല്യരാണെന്നർത്ഥം. പ്രേമകഥയാവുമ്പോൾ പ്രചരിക്കുമല്ലോ, വിശിഷ്യ പ്രശസ്തനായ ഒരാളിന്റെ പ്രേമകഥ. അസൂയാലുക്കൾ കൊണ്ടു കയറി ചായക്കടയിലും മുറുക്കാങ്കടയിലും ചർച്ചയായി. ആശാന്റെ ആരാധകരും ശത്രുക്കളും തമ്മിൽ വാക്സമരവും കയ്യാങ്കളിയും ഒക്കെ നടന്നു. ഒരു ദിവസം രാത്രി ആശാൻ തന്റെ കൈതമുക്കിലുള്ള ചെറിയ വീട്ടിൽ, ആ വീട്ടിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് കിളിക്കൂട്, അത്ര ചെറുതാണ്, സ്വന്തം കവിത വായിച്ച് മിനുക്കുമണി ചെയ്യുകയാണ്. സന്മൃദുഗാത്രിമാർ, സാരംഗനേത്രിമാർ, മന്മഥരാജ്യ മനോഹര ദൂതിമാർ,
അമൃതുമേനിമാർ നിന്ന തിരുവടി ചെമ്മേയുറങ്ങവേ വീശുന്നു മന്ദമായി. പള്ളിയുണർന്നാൽ പ്രഭുവിനേറ്റം പ്രിയമുള്ളതറിഞ്ഞ് ഉപചാരവിധികളാൽ ഉള്ളത്ത വീണ്ടും വിഷയരസാബ്ദിയിൽ തള്ളിയിടുന്നു മനോഹരിമാരവ. ആരോ വാതിലിൽ തട്ടി. ആശാനുണ്ടോ? ആശാൻ വായന നിർത്തി എഴുന്നേറ്റ് വാതിൽ തുറന്നു. ആർക്കാണ് അറിയേണ്ടത്? ഓ, സദാശിവൻ. വരൂ സദാശിവൻ, അകത്തിരിക്കാം. ആശാന്റെ വിനീതനായ ഒരു ആരാധകൻ, ഭാനുമതിയമ്മയുടെ സഹോദരൻ. ഈ അതിവിനീതനായ ആരാധകൻ സദാശിവൻ ഇപ്പോൾ സംഹാരരുദ്രനെ പോലെയുണ്ട്. വരൂ സദാശിവൻ, ഇരിക്കാം. ഇരിക്കാൻ വന്നതല്ല, ഒന്ന് കാണാൻ വന്നാണ്. നിങ്ങളാണോ മഹാകവി? നിങ്ങളാണോ സമുദായ നേതാവ്? നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളുവോ? എനിക്കൊരു സഹോദരി ഉണ്ടായിപ്പോയി. എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ട. സദാശിവൻ പറഞ്ഞു തീർന്നോ? എനിക്കും അല്പം പറയാനുണ്ട്. എൻ്റെ ജീവിതം എൻ്റെ വകയാണ്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത മട്ടിൽ അത് വികസിപ്പിച്ചെടുക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. ആർക്കെന്നെ തടയാനാവും? ഞാൻ സന്യാസിയല്ല. സ്വാമി തൃപ്പാദങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് ആളുകൾ എന്നെ ചിന്നസ്വാമി എന്ന് വിളിക്കാറുണ്ട്. എൻ്റെ കുറ്റമാണോ? എൻ്റെ കാവ്യങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ ജീവിതത്തെ സ്നേഹിക്കുന്നു. എൻ്റെ സന്യാസികളായ കഥാപാത്രങ്ങൾ പോലും ജീവിത സമുദ്ധാരകരാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയാണ്. ആ പെൺകുട്ടി എൻ്റെ മാന്യ സുഹൃത്ത് സദാശിവന്റെ സഹോദരിയുമായിപ്പോയി. ആശാനെ, ഭാനുമതിക്ക് 15 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. ആശാന്റെ പ്രായം 45 താഴെ നിൽക്കുന്ന ഈ പ്രായം ഒരു പ്രായമായി ഞാൻ കണക്കാക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ ആരോഗ്യം അനന്യസാധാരണമാണ്. കൂടുവിട്ട് ഈ പ്രാണൻ എങ്ങനെ പുറത്തു പോകും എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇതിനിടെ സഹോദരൻ അയ്യപ്പൻ അവിടെ വന്ന് രണ്ടുപേരെയും സമാധാനിപ്പിച്ചു. കുമാരനാശാൻ വിവാഹിതനായി. അസൂയാകുക്ഷികൾക്ക് സഹിക്കാനായില്ല. അവർ കുത്തിത്തിരിപ്പുകൾ സംഘടിപ്പിച്ചു. ആശാന സംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്തു. 4-5 വർഷക്കാലമായി ആശാൻ ഇത് ആഗ്രഹിച്ചതാണ്. പലപ്പോഴും അദ്ദേഹം വാർഷിക സമ്മേളനങ്ങളിൽ അപേക്ഷിച്ചിട്ടുണ്ട്. സംഘടന വളർന്നു. പുതിയ ചെറുപ്പക്കാരെങ്കിലും മുമ്പോട്ട് വരണം. ഈ സെക്രട്ടറി പദം ഏറ്റെടുക്കണം. എന്നെ ഉപേക്ഷിക്കണം. എൻ്റെ പാത ഇതല്ല. അന്നൊന്നും അത് സമ്മതിക്കാത്ത സമുദായം വിവാഹ സമ്മാനമായി ആശാൻ നൽകിയത് ഇതായിരുന്നു. 50 രൂപ വരുമാനം ഉള്ളത് ഇല്ലാതാക്കുകയായിരുന്നു. അന്ന് ജനറൽ സെക്രട്ടറിക്ക് അലവൻസ് 50 രൂപയായിരുന്നു. അന്നൊരു നാൾ ആശാൻ AR രാജരാജവർമ്മ തിരുമേനിയെ കാണാൻ ചെന്നു. ആശാൻ അന്നും കൊട്ടാരത്തിൽ പ്രവേശനമുണ്ട്. എന്തൊക്കെയുണ്ട് ആശാനെ വിശേഷം? സെക്രട്ടറി പദത്തിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ? ശരിയാണ്. അപ്പോൾ അലവൻസ് ഇല്ല. വീട്ടുകാര്യങ്ങൾക്കൊക്കെ? തിരുമേനി, ജനിച്ചവരെല്ലാം ജീവിക്കും. ഞാൻ വന്നത് മറ്റൊരു സംഗതി പറയാനാണ്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ രാമായണ കഥ ഞാൻ ബാലരാമായണം എന്ന പേരിൽ എഴുതി. അതൊന്ന് വായിച്ചു കേൾപ്പിക്കാമെന്ന് കരുതി. ഓഹോ, കേൾക്കട്ടെ കേൾക്കട്ടെ. ആശാൻ നോട്ട് ബുക്ക് നിവർത്തി. പണ്ടു കോസല രാജ്യത്തിൽ അയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു മനുവിൻ തറവാട്ടുകാർ. ആശാനെ, ആ നോട്ട് ബുക്കിംഗ് തരൂ. AR തന്നെ ബുക്ക് വായിച്ചു തീർത്തു. ആശാനെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. എനിക്കിത് വായിച്ചിട്ട് മതി വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നൊരു ഉത്തരവുണ്ടായി. കുമാരനാശാൻ എഴുതിയ ബാലരാമായണം എന്ന കൃതി താഴെ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഉപപാഠപുസ്തകമായി നിശ്ചയിച്ച് ഉത്തരവായിരിക്കുന്നു. AR അന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ആയിരുന്നല്ലോ. ആശാന്റെ സകല ബുദ്ധിമുട്ടും തീർന്നു. ആയിരക്കണക്കിന് കോപ്പികൾ ബാലരാമായണം വിറ്റഴിയുന്ന പണം ആശാൻ സൂക്ഷിച്ചു. കുറെ സ്ഥലം വാങ്ങിച്ചു. തോന്നയ്ക്കൽ ഇപ്പോൾ ആശാൻ സ്മാരകം നിൽക്കുന്ന സ്ഥലം പ്രൊഫസർ മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ പണിയിച്ച ആശാൻ സ്മാരകം നിൽക്കുന്ന സ്ഥലം 30 ഏക്കർ ഒന്നിച്ചു വില വാങ്ങി. ആശാൻ വിരോധികളായ സമുദായങ്ങൾക്ക് സഹിക്കുമോ? സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ആശാൻ പണം മോഷ്ടിച്ചെന്നു വരെ അവർ പറഞ്ഞു വരുത്തി. ആലുവ അദ്വൈതാശ്രമത്തിൽ ആയിരുന്ന സ്വാമിയെ ചെന്ന് കണ്ടവർ പരാതി പറഞ്ഞു. സ്വാമി,
തിരുവനന്തപുരത്ത് സ്വാമിയുടെ ഷഷ്ഠബ്ദപൂർത്തി സ്മാരക മന്ദിരം അടുത്ത എടവപ്പാതിക്ക് തറ പറ്റും. എന്താ കാര്യം? കുമാരനാശാൻ അത് കെട്ടിച്ചത് എങ്ങനെയാണെന്ന് അറിഞ്ഞോ? ചെളിയിട്ട്. കണക്കിനകത്ത് പാറയും സിമന്റും എന്നൊക്കെയാ. പക്ഷേ ബാക്കി പണത്തിന് തോന്നയ്ക്ക് 30 ഏക്കർ ആണുങ്ങൾ വില എഴുതിച്ചു. സ്വാമി തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളണം. സ്വാമി പരാതിക്കാരൊപ്പം തിരുവനന്തപുരത്ത് ചെന്നു. കെട്ടിടം പരിശോധിപ്പിച്ചു. ഒന്നാന്തരം കെട്ടിടം. സ്വാമി തിരിഞ്ഞു നോക്കുമ്പോൾ പരാതിക്കാർ സ്ഥലം വിട്ട് കഴിഞ്ഞു. തോന്നയ്ക്കൽ ആശാൻ ഒരു ചെറിയ വീട് പണിയിച്ചു. അത് ഇന്നുമുണ്ട്. ആ വീട്ടിൽ ഇരുന്നായിരിക്കണം ചിന്താവിഷ്ടയായ സീത എഴുതിയെന്ന് തോന്നുന്നു. തൻ്റെ സ്വന്തം ഏകാന്ത ദാമ്പത്യത്തിൻ്റെ വിവിക്ത ലീലകൾ സീതാകാവ്യത്തിൽ അദ്ദേഹം സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഒരു ദമ്പതിമാരുമൊഴിയിൽ കരുതാത്ത ഒരു വിവിക്ത ലീലയിൽ അരുവീകതകർവർ ഞങ്ങളാം ഇരുമയ്യാർന്നൊരു ജീവി പോലവേ, ഇരുമയ്യാർന്നൊരു ജീവി പോലവേ. ചാവർകോട്ട് കുഞ്ഞുശങ്കരൻ വൈദ്യൻ ആശാന്റെ വലിയൊരു ആരാധകനായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് ആശാനെ ക്ഷണിച്ചിരുന്നു. ആശാൻ കല്യാണത്തിൽ സംബന്ധിക്കുന്ന അറിഞ്ഞപ്പോൾ വരന്റെ കൂട്ടർക്ക് അത് രസിച്ചില്ല. ആശാന്റെ നാട്ടുകാരാണ്. വക്കം കായിക്കര പ്രദേശത്തുകാരായിരുന്നു വരന്റെ കൂട്ടർ. ആശാന്റെ വളർച്ചയിൽ അസഷ്ണുക്കളായ അവരിൽ അല്പബുദ്ധികളായ ചിലർക്ക് ആശാൻ ഇന്നും കടവത്ത് വീട്ടിലെ പെരുങ്കുടി നാരായണന്റെ മകൻ മാത്രമാണ്. ആ കുമാരനെ മഹാകവിയായി ബഹുമാനിച്ചാദരിച്ച് കല്യാണപ്പന്തലിൽ അഗ്രാസനത്തിൽ ഇരുത്തുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അവരിൽ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, വൈദ്യരെ, നിങ്ങൾക്ക് അവൻ മഹാകവി, ഞങ്ങൾക്ക് ഇവൻ ഇന്നും കടവത്ത് വീട്ടിലെ കുമാരനാ, നാരായണന്റെ മോനാ. ഇവൻ കല്യാണത്തെ സംബന്ധിച്ച ഒരു കാര്യം പറഞ്ഞ ഞങ്ങളുടെ ചേർക്കൻ നിങ്ങളുടെ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടത്തില്ല. വൈദ്യർ പെട്ടെന്ന് കല്യാണപ്പന്തൽ വിട്ട് റോഡിലിറങ്ങി ആശാൻ വരുന്നു നോക്കി നിന്നു. ഒരു വില്ലുവണ്ടി വരുന്നു. ആശാൻ വൈദ്യർ കൈ കാണിച്ചു. വണ്ടി നിന്നു. ആശാൻ ഇറങ്ങി. എന്താ വൈദ്യരെ ഈ മുഹൂർത്ത സമയത്ത് ഇവിടെ? ആശാൻ എന്നോട് ക്ഷമിക്കണം. ആശാൻ കല്യാണത്തെ സംബന്ധിച്ചാൽ വരന്റെ കൂട്ടർ പിണങ്ങിപ്പോകുമെന്ന് പറയുന്നു. ഓഹോ, അത്രേ ഉള്ളു. അവർ കൂടിയ കിഴവരായിരിക്കാം. ജാതിക്കകത്തും ജാതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. വൈദ്യർ വിഷമിക്കണ്ട. വധൂവരന്മാർക്ക് എൻ്റെ ഭാവുകാശംസകൾ. ഞാൻ പോകുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ആശാൻ എഴുതാനിരുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. അടുത്തു വന്നിരുന്നു ഭാര്യ ചോദിച്ചു, എന്താണ് അങ്ങ് എഴുതുന്നത്? ഭാനുമതി, നിന്നെപ്പോലൊരു കറുത്ത പെണ്ണിന്റെ കഥ. കറുത്തവളെങ്കിലും അന്തർജനമാണ്. അന്തർജനമാണെങ്കിലും അഭയം പ്രാപിച്ചിരിക്കുന്നത് ഒരു പുലച്ചാളയിലാണ്. അങ്ങടുത്തായി മേഞ്ഞു നാളേറെയായി നിറം മങ്ങി പതിഞ്ഞ പാഴ്പുല്ലുമാട് കാണാം ചെറുതായ ജലൊരു കൂണെന്ന പോലെ വയൽ വരം. പാടത്തിന്റെ കരിക്കൊരു പുല്ലുമാടം. ആ മാടത്തിനുള്ളിൽ ഒരു ബ്രാഹ്മണപുത്രി. അവരുടെ പേര് സാവിത്രി അന്തർജനം. അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്. അവരുടെ മുമ്പിൽ തൂങ്ങി നിൽക്കുന്ന കിളിക്കൂട്ടിൽ ഒരു മൈന. അവൾ ആ മൈനയോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട മൈനെ, ഞാൻ ഈ മാടത്തിനുള്ളിൽ കടന്നു വന്നപ്പോൾ നീ ഉണ്ടായിരുന്നില്ല. ഈ മാടത്തിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. സന്ധ്യ ആയപ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ വന്നു, ചാത്തൻ. എന്നെ കണ്ടു പേടിച്ചുപോയി. എൻ്റെ കഥ കേട്ട് കരഞ്ഞുപോയി. ചാത്തനാണ് എനിക്ക് ഒരു കൂട്ടുകാരിയായി നിന്നെ കൊണ്ട് തന്നത്. ഞാൻ വലിയൊരു നമ്പൂരിയാട്ടിന്റെ പൊന്നു മോളാണ്. ഞാൻ അനുഭവിക്കാത്ത നിർഭാഗ്യമില്ല. ഞങ്ങളുടെ കുന്നുവാരത്തെ കൃഷിക്കാരായ മൂസയും കാസിമും ഞങ്ങളുടെ സ്വന്തം പടിക്കല ഭൃത്യരായ മറ്റുള്ളവരും സംഘം ചേർന്ന ദിവസം ഒരു വമ്പിച്ച ജനക്കൂട്ടം വരുന്നു. അലറി വിളിച്ചുകൊണ്ട്, ആർത്തട്ടഹസിച്ചുകൊണ്ട്, കത്തിക്കാളുന്ന പന്തങ്ങളും തീവട്ടികളുമായി അവർ പാഞ്ഞു വരുന്നു. വാളും വാക്കത്തിയും തോക്കും വടിയും ധരിച്ച മുട്ടാളന്മാർ ശുദ്ധിയില്ലാത്ത മലയാള ഭാഷയിൽ അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട്, കൂക്ക് വിളിച്ചുകൊണ്ട് അവർ വരുന്നു. അവർ മതിലെല്ലാം കുത്തിയിടിക്കുന്നു. അകത്തേക്ക് പാഞ്ഞു വരുന്നു. മനക്കലുള്ള പരിജനങ്ങൾ പിടഞ്ഞെണീറ്റ് പുറത്തേക്ക് പാഞ്ഞു ചെന്നതും വെട്ടേറ്റും വെടികൊണ്ടും അവർ പിടഞ്ഞു മരിച്ചതും ഒപ്പം കഴിഞ്ഞു. മുറ്റത്തെല്ലാം കുരുതിക്കളത്തിലെ പോലെ രക്തമൊഴുകുന്നു. ആ മ്ലേച്ഛന്മാർ അകത്ത് കടന്ന് സ്ത്രീജനങ്ങളെ പിടികൂടുന്നു. തോന്നിയതൊക്കെ ചെയ്യുന്നു. അതാ ആ ക്രൂരന്മാർ അച്ഛനെയും അമ്മയും പിടികൂടിക്കഴിഞ്ഞു. അച്ഛൻ അവരുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നു. തമ്പുരാക്കന്മാരും തിരുമുൽപ്പാടന്മാരും ആഢ്യബ്രാഹ്മണരും കുമ്പിടുന്ന എന്റെ വന്ധ്യപിതാവ് ഇതാ കുന്നുവാരത്തെ കൃഷിക്കാരുടെ
പടിക്കലെ ഭൃത്യന്മാരുടെ മുമ്പിൽ കുമ്പിട്ടു നിൽക്കുന്നു. മറ്റുള്ള ധൂർത്തന്മാർ പൂട്ടറ കുത്തിപ്പൊളിച്ച് പൊന്നും പണവും ബന്ധങ്ങളും കുത്തിവാർന്ന് പങ്കിട്ടെടുക്കുന്നു. തൊഴുത്തിൽ ചെന്ന് പശുക്കളെല്ലാം അഴിച്ച് മുറ്റത്ത് കൊണ്ടുനിർത്തി കഴുത്തു വെട്ടി അവിടൊക്കെ രക്തം വീഴ്ത്തുന്നു. എന്നിട്ട് അവർ മാളികയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞു. അച്ഛനെയും അമ്മയും കൊണ്ടുപോകുന്നു. കശാപ്പുശാലയിലേക്ക് മൃഗങ്ങളെ തെളിച്ചുകൊണ്ട് പോകുന്ന പോലെ. മൈനെ, ആരോരും കാണാതെ ഞാൻ ആ മാളികയിൽ നിന്ന് നൂണിറങ്ങി പുറം വാതിലൂടെ ഓടി സർപ്പക്കാവിൽ കയറിയിരുന്നു. നേരം പുലർന്നു വന്നപ്പോൾ കോഴി കൂവിയപ്പോൾ ഞാൻ അവിടെ നിന്നിറങ്ങി ഓടി 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 ഈ പാടത്തൂടെ ഈ മാടത്തിനകത്ത് കടന്നു. തമ്പ്രാട്ടി, ചാത്തൻ ചാത്തൻ ആ മൈനെ ചലയ്ക്കുന്നു. പ്രിയപ്പെട്ട മൈനെ, ചാത്തൻ വരാൻ ഇനിയും വളരെ സമയമുണ്ട്. ചാത്തൻ എത്ര നല്ലവനാണ്. ഈ വീട്ടിൽ മറ്റാരുമില്ല. ഒരു വെളിപ്പാടകലത്തിൽ മറ്റൊരു വീടുമില്ല. ഇവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല. പക്ഷേ നല്ലവനായ ചാത്തൻ, അന്ധതരുണൻ സുമുഖൻ ദൃഢകായൻ അന്തിക്കിങ്ങത്തിങ്ങേകയാമൻ അന്തികത്തെങ്ങാനും തങ്ങിയുറങ്ങുന്നു ചിന്ത വേറില്ലാത്ത പൈതൽ പോലെ. ചാത്തൻ വരുന്നുണ്ട്. തോട്ടുവരമ്പേ വരുന്ന ചാത്തന്റെ കയ്യിൽ എന്തോ ചില്ലറ പൊതികളൊക്കെ ഉണ്ട്. സന്ധ്യാനേരത്ത് എവിടെയോ പൊളിഞ്ഞ പാഴമ്പലത്തിൽ അഷ്ടിക്ക് വേണ്ടി പൂജയ്ക്ക് പോകുന്ന ഒരു പോറ്റിയെ പോലെ ഭക്തി പാരവശ്യത്തോടെ വരുന്നു ചാത്തൻ. ചാത്തൻ തലകുനിച്ചു മാടത്തിനുള്ളിൽ കടന്നു. കയ്യിലിരുന്ന പൊതികൾ ഒരു കോണിൽ വെച്ചു. വേഗം തറ വെടിപ്പാക്കി തീ കൂട്ടി പൊതി അഴിച്ച് കായും കിഴങ്ങും എടുത്ത് ചുട്ടു തുടങ്ങി. സാവിത്രി അന്തർജനൻ ചോദിച്ചു, ചാത്തൻ എന്താ ഇന്ന് വരാൻ താമസിച്ചത്? ഓ, ചെറുമൻ ഇത്തി താമസിച്ചു പോയി തമ്പ്രാട്ടി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ കുന്നിന്റെ ചരിവിൽ വയലരികിൽ ഒരു താമരപ്പൊയ്കയുണ്ട്. അത് നിറയെ താമര പൂത്തു നിൽക്കുന്നു. അടിയൻ അത് കണ്ട് കുറച്ചു നേരം അങ്ങ് നിന്നുപോയി തമ്പ്രാട്ടി. പിന്നെ പതുക്കെ പൊയ്കയിലിറങ്ങി ഒരു താമരപ്പൂവും ഒരു ഇലയും പറിച്ചോണ്ട് പോന്നു. ഇതാ ഈ പൂ തമ്പ്രാട്ടിക്ക. അടുപ്പിൽ തീയൊന്നാളിക്കത്തി തന്റെ നേർക്ക് താമരപ്പൂവും ചെന്താമരപ്പൂവും നീട്ടി നിൽക്കുന്ന ആ കാർവർണ്ണനെ സാവിത്രി അന്തർജനം കൺകുളിരെ കണ്ടു. ചാത്ത, നീ എനിക്കായി വേല ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇപ്പോൾ മാപ്പിളലഹ ശമിച്ചു. പട്ടാളം മലപ്പുറത്തുനിന്ന് പോയെന്ന് നീ പറയുന്നു. പക്ഷെ ചാത്ത, ഞാനിനി ഇവിടെ നിന്ന് പോകുന്നില്ല. അയ്യോ തമ്പ്രാട്ടി, തമ്പ്രാക്കൾ അറിഞ്ഞാൽ അടിയനെ തല്ലിക്കൊല്ലും. ഇല്ല ചാത്ത, ആരും അറിയില്ല. ഞാൻ കറുത്തവളല്ലേ, നിന്റെ വർഗത്തിൽ പിറന്നവളെ പോലെ. മാത്രമല്ല, വേണമെങ്കിൽ ഞാൻ വേഷം പകർന്നു നടന്നോളാം, ഭാഷ ഞാൻ മാറ്റി പറഞ്ഞോളാം. കുറച്ച് കറുത്തവൾ ഞാൻ. പിന്നെ പാടത്ത് പണിയെടുക്കാം, കൂടുതൽ കറുത്തോളും. അയ്യോ തമ്പ്രാട്ടി. ഇല്ല ചാത്ത, സമ്മതിച്ചിടുക എന്നെ ചെറുമിയ മാടത്തിൽ താൻ കഴിഞ്ഞു കൂടാൻ. നമ്മെ ഇമ്മട്ടിയിലിണക്കിയോരീശ്വരൻ നന്മ വരുത്തും നമുക്കു ചാത്ത. തമ്പ്രാട്ടി, ഇതാ ഇതാ ഈ താമരപ്പൂ. ചാത്തൻ ആ പൂ താഴത്ത് വയ്ക്കാൻ ഭാവിച്ചപ്പോൾ സാവിത്രി അത് കയ്യിൽ വാങ്ങി. ചാത്തൻ പിന്നെ ചുട്ടെടുത്ത നേന്ത്രക്കായും കിഴങ്ങും തോല് കളഞ്ഞ് താമരയിലയിൽ വെച്ച് തമ്പ്രാട്ടിയുടെ മുമ്പിൽ ദേവതയ്ക്ക് നൈവേദ്യം പോലെ വെച്ചു കൊടുത്തു. ഒരു കുത്തിലയിൽ കുടിക്കാൻ കുളിർത്ത ശുദ്ധജലവും. ചാത്തൻ കൊടുത്ത നൈവേദ്യം അമൃതുപോലെ ഭക്ഷിച്ചിട്ട് അവന്റെ ദേവത പറഞ്ഞു, ചാത്ത, കണ്ടില്ലേ പാവം മൈന ഉറങ്ങുന്നു. ഈ മൈനയ്ക്ക് ഒരാൺതുണയെ കൊണ്ടു കൊടുത്തൂടെ? ഇല്ലെങ്കിൽ ഈ പാവത്തിന് തുറന്നു വിട്ടുകളയാൻ തോന്നുകയാണ് എനിക്ക്. തമ്പ്രാട്ടി, അത് അടിയൻ എവിടുന്നെങ്കിലും ഒന്നിനെ പിടിച്ചോണ്ട് വരാം. ചാത്ത, നീ ഈ വിളി നിർത്തണം. തമ്പ്രാട്ടി, അടിയൻ എന്നൊക്കെയുള്ള ഈ പറച്ചിൽ നിർത്തണം. നീ എന്നെ സാവിത്രി എന്ന് വിളിച്ചാൽ മതി. എന്നെ അങ്ങനെ പേരിട്ട് വിളിക്കാൻ രണ്ടുപേരുണ്ടായിരുന്നു. അവർ രണ്ടും ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു, എന്റെ അച്ഛനും അമ്മയും. ഇനി എന്നെ രക്ഷിച്ച നീ മാത്രമാണ്. നീ എന്നെ സാവിത്രി എന്ന് എന്നേ വിളിക്കാവൂ, സാവിത്രി എന്നേ വിളിക്കാവൂ. അയ്യോ തമ്പ്രാട്ടി. എന്റെ ചാത്ത, നീ എന്റെ ദൈവമാണ്. തമ്പ്രാട്ടി, നേരം അധികം ഇരുട്ടി, കിടന്നുറങ്ങ്. ചാത്ത, ഇന്നെനിക്ക് ഉറക്കം വരുന്നില്ല ചാത്ത. മാടത്തിന്മേൽ മഞ്ഞു പൊഴിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കാം. ചാത്ത, ഇന്ന് വല്ലാത്ത തണുപ്പ്. നീ തണുത്ത തറയിലാണല്ലോ ഇന്നും കിടക്കുന്നത്. സാരമില്ല തമ്പ്രാട്ടി, അടിയൻ ഈ തണുപ്പ് സാരമില്ല. ഉറങ്ങിക്കോ തമ്പ്രാട്ടി. ചാത്ത, അത് പോരാ. അവൾ എഴുന്നേറ്റ് അവന്റെ അരികിൽ ചെന്നു. ചാത്ത,
തന്നനിക്കായൊരു കൊണ്ടുപായിങ്ങാദ്യം വന്ന് നാട്ടി എന്നെ സൽക്കരിച്ചു. ഇന്നതിൻ പാതിയിൽ നിന്നെ ക്ഷണിക്കുന്നേ വന്നേൽക്കണേ എന്നെളിയദാനം. അവൾ അവന്റെ കരം ഗ്രഹിച്ചു. അവന്റെ കണ്ണു നിറഞ്ഞു. 2 തുള്ളി കണ്ണീർ അവിടെ കരവലിയിൽ അടർന്നു വീണു. അവൾ കോരിത്തരിച്ചു. ചാത്തന്റെ കൈക്ക് പിടിച്ചവൾ ആ തീക്ക് 3 വലത്തു വെച്ചു. അവനെ പായിൽ കൊണ്ട് കിടത്തി. അവളും കിടന്നു. ഇന്നേക്ക് 63 വർഷം മുമ്പ് കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ എങ്ങും തന്നെ ഒരു ബ്രാഹ്മണ യുവതി പുലയുവാവിനെ സ്വയംവരം ചെയ്ത കഥ എഴുതാനുള്ള ധീരത, അന്നത്തെ നാടിന്റെ ദുരവസ്ഥയിലൂടെ ഇങ്ങനെ ഒരു കാവ്യം നെയ്തെടുക്കാനുള്ള ചങ്കൂറ്റവും മനുഷ്യ സ്നേഹവും കുമാരനാശാന് മാത്രമേ സ്വായത്തമായിരുന്നുള്ളൂ. മനുഷ്യരിൽ ഭേദചിന്തയും ജാതിചിന്തയും ജാതിയിൽ ജാതിചിന്തയും വളർത്തിയെടുക്കുന്ന, രാജ്യത്തെ വീണ്ടും ഭ്രാന്താലയമാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്ക് ആശാൻ നൽകിയ താക്കീത് ഇന്നും അത്യധികം പ്രസക്തമായി ഈ രാജ്യത്ത് മാറ്റിക്കൊള്ളുകയാണ്. ഒരു ദിവസം ആശാൻ സന്ധ്യാനേരത്ത് വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മുരുക്കുമ്പഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ ആശാൻ കൊല്ലത്തെത്തി. കൊല്ലത്ത് നിന്ന് 9:30 പുറപ്പെടുന്ന ആലപ്പുഴ ബോട്ടിൽ ആശാൻ യാത്ര തുടർന്നു. അഷ്ടമുടി കായലിലൂടെ ബോട്ട് നീങ്ങി. റെഡീമർ അല്ലെങ്കിൽ രക്ഷകൻ എന്ന കപടനാമധേയം ധരിക്കുന്ന ബോട്ട് 90 യാത്രക്കാർക്ക് ഉദ്ദേശിക്കപ്പെട്ടതാണ്. 300ഓളം ആൾക്കാർ അത് കയറിയിട്ടുണ്ട്. ബോട്ടിന്റെ മുമ്പിലെ ക്യാബിനിൽ കോട്ട് ധരിച്ച് പുളിയിലക്കരയൻ നേരിയത് തലയിൽ ഇരിക്കുന്ന ആശാനെ യാത്രക്കാർ ചിലർ മനസ്സിലാക്കി അടുത്തുകൂടി. കുമാരനാശാനല്ലേ? അതെ. എവിടേക്കാണ്? ആലുവയിൽ ചെങ്ങമനാട്ട് എന്ന സ്ഥലത്ത് ഒരു ഓട്ട് കമ്പനി ഉണ്ട്. എനിക്കുകൂടി ഷെയറുള്ള ഒരു കമ്പനി. അതിൻ്റെ ജനറൽ ബോഡി യോഗത്തിന് പോവുക. ആശാനുമൊത്ത് യാത്ര ചെയ്യാൻ കഴിഞ്ഞൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. ആശാന്റെ ഏറ്റവും നല്ല കാവ്യം കരുണയാണെന്ന് സഹൃദയന്മാർ പറയുന്നു. ആശാൻ തന്നെ സ്വന്തം കവിത പാടിയാൽ കേൾക്കാൻ രസമാണെന്ന് പറയുന്നു. കരുണയിലെ കുറെ ഭാഗം കേട്ടാൽ തിരക്കേടില്ലായിരുന്നു. ആശാൻ ബാഗിൽ നിന്ന് നോട്ട് ബുക്ക് എടുത്തു. മെല്ലയൊട്ടു ചാഞ്ഞും വക്കിൽ കസവുമിന്നും പൂവാട തെല്ലളകോപരിയൊരു വശത്താക്കിയും ലോലമോഹനമായി തങ്കപ്പങ്കജത്തെ വെല്ലും പലങ്കാലിടത്തു തുടക്കം കയറ്റി വച്ചും കഞ്ചപാണം തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുക്ലാങ്കിയിരിക്കുന്നു മതിമോഹിനി. ആശാനെ, ഈ കരുണ എന്ന കവിതയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം എന്താ? അങ്ങനെ പ്രത്യേക സന്ദേശമൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ വേശ്യാവൃത്തി കുലവൃത്തിയായി സ്വീകരിച്ച വാസവദത്ത ഉപഗുപ്തൻ എന്ന ബുദ്ധ സന്യാസിയിൽ അനുരക്തയായി. അദ്ദേഹത്തെ ക്ഷണിക്കാൻ അവൾ തോഴി അയച്ചു. അദ്ദേഹം ക്ഷണം നിരസിച്ചുകൊണ്ട് പറഞ്ഞു, സമയമായില്ല സഹോദരി, അവിടെ വരാൻ സമയമായില്ല. അവൾക്ക് ക്ഷമ കെട്ടു. പഴയ കുലവൃത്തിയിലേക്ക് അരയന്നപ്പെടെപ്പോൾ അവൾ നടന്നു പോവുകയും ചെയ്തു. ധനമോഹം മൂലം അവളൊരു തൊഴിലാളി തലവനെ കൊന്ന് ചാണകക്കുണ്ടി കുഴിച്ചു മൂടി. അന്നത്തെ നീതിപീഠം അവിടെ അരുൺ കൊലപാതകം കണ്ടുപിടിച്ചു. നിർദാക്ഷിണ്യം ശിക്ഷിക്കുകയും ചെയ്തു. അവിടെ കടക്കണ്ണിന്റെ പണിയോ ധനത്തിന്റെ മുഷ്കോ അന്നത്തെ നീതിപീഠത്തെ നിഷ്ക്രിയമാക്കാൻ പര്യാപ്തമായില്ല. ഇലയും കുലയും അരിഞ്ഞ് ഇടവെട്ടി മുറിച്ചിട്ട മലവാഴ തടികണക്കവളെ അവിടെ കരചരണങ്ങൾ ഛേദിച്ച് ചുടുകാട്ടിക്കൊണ്ട് തള്ളി. ജീവിതത്തിന്റെ പരമാവധിയായ ചുടുകാട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ അരയാൽത്തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവിടെ നേർക്ക് കാലം കാക്കകൾ ചിറകടിച്ചാർത്തെടുക്കുന്നു. ആ കാക്കളെ അട്ടി ഒടിക്കാൻ അവിടെ ഒരു തോഴി മാത്രം കയ്യിലൊരു ചെടിച്ചിലയുമായി അടുത്തിരിപ്പുണ്ട്. ആരെല്ലാം ഉണ്ടായിരുന്നു ഇവൾക്ക്? എന്തെല്ലാം ഉണ്ടായിരുന്നു? ഇപ്പോഴാരും തിരിഞ്ഞു നോക്കാനില്ല. ആരും തിരിഞ്ഞു നോക്കാത്ത ഈ സ്ഥിതിയിൽ അവളെ സാന്ത്വനിപ്പിക്കാൻ അതാ വരുന്നു ഉപഗുപ്തൻ. ഭാനുമാരിൽ നിന്ന് കാറ്റ് കടപെട്ടി പറന്നെത്തുന്ന പൊൻകതിരി പോലെ ഉപഗുപ്തൻ അടുത്തു വന്നു. കാക്കകൾ പറന്നകലുന്നു. വാസവദത്തയുടെ അവസ്ഥ കണ്ട് സ്തബ്ധനായി നിന്നു പോകുന്നു അദ്ദേഹം. വാസവദത്തദാനോ ഈ വിപന്നമാം പ്രിയജനം നീ സദയം ചൊൽക ഭദ്രേ. ഉപഗുപ്തൻ ഞാൻ, ഉപഗുപ്തൻ ഞാൻ. ദീനദീനമായൊരു ഞരക്കം മാത്രം അവളൊന്ന് ഉയർന്നു. രക്തമെല്ലാം ഒഴുകിപ്പോയി. ശക്തി ക്ഷയിച്ചു. പ്രാണപാശം അറുമാറായി. ആ കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിക്കാൻ തലപൊക്കുന്നു. എന്തൊക്കെ പറയാൻ വെമ്പുന്നു. അദ്ദേഹം കുനിഞ്ഞു നിന്ന് കാതോർക്കുന്നു. അവൾ പറയുന്നു,
അവ്യക്തമാണെങ്കിലും അദ്ദേഹത്തിന്റെ മറുപടി ശ്രദ്ധിച്ചാൽ എല്ലാം വ്യക്തമാകും. ഇല്ല, ഞാൻ താമസിച്ചില്ല സഹോദരി. വാസവദത്തെ, നിനക്ക് എന്നോട് അകൃത്യമായ പ്രണയമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കത് നന്ദിയുണ്ട്. പക്ഷേ നിന്റെ ശോഭന കാലങ്ങളിൽ ഞാൻ നിന്റെ അടുത്ത് വന്നില്ല. നിന്റെ സൗഭാഗ്യത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ. സാരമില്ല, പരമകാരുണികനായ എന്റെ ഗുരുദേവന്റെ കാരുണ്യത്താൽ ചോരൻ അപഹരിക്കാത്ത ശാശ്വത ശാന്തിധനവും മാരനെയ്താൽ മുറിയാത്ത മനശോഭയും നിനക്ക് കൈവരാൻ പോവുകയാണ്. ബുദ്ധ ഭഗവാന്റെ പാദപത്മം തുടച്ച പാണിതലം നിന്റെ വാർനെറുകയിൽ ചേർത്ത് ഞാൻ ശരണത്രയം ഉച്ചരിക്കട്ടെ. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. പാപത്തിന്റെ കറകൾ കഴുകി പരിശുദ്ധി തേടിയ ആ പാപിനി വാസവദത്ത പരഗതി പൂകി. പരിചാരിക വാവിട്ട് കരഞ്ഞു. അവളെ സാന്ത്വനിപ്പിക്കാനും ഉപഗുപ്തനെ ഉണ്ടായിരുന്നുള്ളൂ. യമുനാ തീരത്തിൽ വാസവദത്തയുടെ ചിതയിൽ നിന്ന് പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. വാസവദത്തയുടെ ചുടലച്ചാമ്പലിൽ ഒരു തുള്ളി കണ്ണീർ ആ മഹാന്റെ കണ്ണിൽ നിന്ന് ആമലകീഫലം പോലെ അടർന്നു വീണു. കരുണയുടെ മുക്താഫലമായ ആ കണ്ണീർ ഉതിർത്തുകൊണ്ട് ശ്മശാന ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഉപഗുപ്തന്റെ നേർക്ക് എനിക്കൊരു അപേക്ഷയുണ്ട്. ആ അപേക്ഷയാണ് എന്റെ സന്ദേശം. നമസ്കാരം ഉപഗുപ്ത, വരിക ഭവാൻ. നിർവാണ നിമഗ്നാവാത വീണ്ടും ലോകസേവയ്ക്കായി പതിത കാരുണികരം ഭവാത് ശതുതന്മാരെ ക്ഷിതിദേവിക്കിനി വേണം അധികം പേരെ. റെഡീമർ ബോട്ട് കായംകുളം കായലിലെത്തി. പെട്ടെന്ന് ആ മകരമാസ നിലാവ് മങ്ങി. അന്തരീക്ഷം കറുത്തു. തണുത്ത കാറ്റു വീശി. ഘോരമാരി ആർത്തിരമ്പിൽ പെയ്തു വന്നു. കാളരാത്രി കഴിഞ്ഞു. നേരം പുലർന്നു. അടുത്ത ദിവസം രാവിലെ പലനയാറ്റിന്റെ തീരത്ത് വമ്പിച്ച ജനക്കൂട്ടം. റെഡീമർ ബോട്ടിതാ മുങ്ങിത്താണ് കിടക്കുന്നു. ആറ്റിന്റെ തീരത്തെ ഗർഭപ്പുല്ലിൽ കൊണ്ട് കിടത്തിയിരിക്കുന്നു ധീരനായ മനുഷ്യസ്നേഹിയായ കൈരളീപുത്രന്റെ മൃതദേഹം. പാടേ കേരള ഭൂമി കേണു ഭുവനം കണ്ണീരിൽ മുക്കുന്നിതാ. അവിടെ അവസാനിക്കുന്നു എൻ കുമാരനാശാൻ.